ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂബോട്ട്. യെസ്, അപ്പോൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രോഗ്രാമിംഗ് ഇൻ C++. അതായത് C++ൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ എക്സാമിന് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ഇൻ C++ലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് C++ പ്രോഗ്രാമിങ്ങിൽ ടോട്ടൽ നമുക്ക് ലാബ് എക്സാമിന് ചെയ്യാനുള്ളത് അല്ലേ, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം, 10 ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊന്നും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് C++ൽ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇൻപുട്ട് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ലാർജസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം ആദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് നമ്മൾ എന്താ പറയുക, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ലാർജസ്റ്റ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, 3 നമ്പേഴ്സിൽ വലുത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മക്കളെ, നമ്മളെ നമ്പേഴ്സ് 3 ഏതൊക്കെയാണ്, 5, 6, 7 ഇതാണ് നമ്മളെ 3 നമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം വലിയ നമ്പർ 7 ആണ്. എന്നാൽ കമ്പ്യൂട്ടറിന് അത് പറയണം. അതായത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, 3 നമ്പേഴ്സ് ആ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടണം, 3 നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ എന്താണ്, 7 ആണെന്നുള്ളത് കിട്ടണം അല്ലേ. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, C++ൻ്റെ പ്രോഗ്രാമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ഒന്ന് നോക്കാം. പ്രോഗ്രാം ഞാനൊന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു തരും, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ റൺ ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം, ആർക്കും ഒരു സംശയമില്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, #include IOStream ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്ന നെയിം സ്പേസ് സെറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ പ്രോഗ്രാമിൻ്റെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുക്കുക, മെയിൻ്റെ ഉള്ളിലാണല്ലോ. യെസ്, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമുക്കറിയാലോ നമ്മൾ എന്തിനാണ് പ്രോഗ്രാം ചെയ്തുന്നത്, 3 നമ്പേഴ്സിൽ വലുത് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ആ 3 നമ്പേഴ്സ് തൽക്കാലം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ടേ, എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അതിനാണ് ഞാനിവിടെ 3 വാരിയബിൾസ് എടുക്കുന്നത്, ഹിൻഡ് A, B, C. ഞാനിവിടെ 3 വാരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ഫസ്റ്റ് വാരിയബിൾ എന്ന് പറയുന്നത് A ആണ്, രണ്ടാമത്തെ വാരിയബിൾ എന്ന് പറയുന്നത് B ആണ്, മൂന്നാമത്തെ C ആണ്. ഇങ്ങനെ 3 വാരിയബിൾസ് എടുത്തിട്ട് ഓരോന്നിലും ഓരോ അല്ലേ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് 3 വാരിയബിൾസ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സിൽ വലുത് ഏതാണെന്ന് കാണണമെങ്കിൽ 3 നമ്പേഴ്സ് കിട്ടണ്ടേ, എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് മക്കളെ, C out enter 3 നമ്പേഴ്സ്. ഓക്കെ, ഇൻഡ് ABC എന്ന് പറയുന്ന 3 വാരിയബിൾസ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അല്ലേ ഞാൻ ചോദിക്കുകയാണ് എൻ്റർ 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് തന്നാൽ ഞാൻ എന്ത് പറഞ്ഞുതരാം, ഇതിലേതാണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞുതരാം അല്ലേ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എൻ്റർ 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. ആൻഡ് അതിനുശേഷം C in ABC. എന്താ സംഭവിക്കുന്നത്, നമ്മൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആരായാലും 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യൂലേ. ഞാനിപ്പോൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നത് 5, 6, 7 എന്ന് പറയുന്ന 3 നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യൂലേ. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ABC എന്ന് പറയുന്ന 3 വാരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. C in ABC. ആദ്യത്തെ നമ്പർ ഇപ്പോൾ 5 ആണെങ്കിൽ അതെങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, Aയിൽ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ 6 അല്ലേ, അതെങ്ങോട്ട് വരും, Bയിൽ വരും. മൂന്നാമത്തെ 7 അല്ലേ, അത് എവിടെ വരും, Cയിൽ വരും. ഞാൻ എൻ്റർ ചെയ്യുന്നത് 5ഉം 6ഉം 7ഉം ആണെങ്കിൽ Aയിലും Bയിലും Cയിലും ആയിട്ട് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതിലേതാണ് വലുത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഏതോ ആയിക്കോട്ടെ കേട്ടോ, 5, 6, 7 തന്നെ ആവണമെന്നില്ല, ഏതോ ആയിക്കോട്ടെ, ഇതിലേതാണ് വലുത് എന്നുള്ളത് കണ്ടുപിടിക്കണം. മേ ബി സം അതർ നമ്പേഴ്സ് ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും 3 നമ്പേഴ്സ് എടുക്കുക. 5, 6, 7 തന്നെ ആവണമെന്നില്ല, ഏത് നമ്പർ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് 10ഉം 7ഉം അതുപോലെ തന്നെ 4ഉം ഇങ്ങനെ 3 നമ്പേഴ്സാണ് ഞാൻ എൻ്റർ ചെയ്തെന്നുണ്ടെങ്കിൽ അല്ലെ, 10ഉം 7ഉം 4ഉം ആണെങ്കിൽ അതായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഇതിലേതാണ് ഏറ്റവും വലുത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ലോജിക്കാണ് മക്കളെ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് A greater than B, ആദ്യം തന്നെ ഞാൻ നോക്കുകയാണ് A ആണോ
ഏറ്റവും വലുത് എന്ന് എനിക്കറിയണം. എ ആണ് ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എ ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലുത്. അപ്പോൾ എ ഏറ്റവും വലുതാണെങ്കിൽ അത് ബീനേക്കാളും സീനേക്കാളും വലുതാവണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉറപ്പിക്കുക? അതിനാണ് ഞാൻ ഈഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ നോക്കുന്നത്. നോക്ക്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി, ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ, ആൻഡ് എന്ന് പറയുമ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ എന്ന് പറയുന്നത് ബീനേക്കാളും വലുതായിരിക്കണം, ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി, എ എന്ന് പറയുന്നത് സീനേക്കാളും വലുതായിരിക്കണം. അതിൻ്റെ അർത്ഥം എ ആണ് രാജാവ് എന്നല്ലേ, എ ആണ് ഏറ്റവും വലുത് എന്നല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ലാർജസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എയുടെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. സിമ്പിളാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്ക്, എൻ്റെ വാല്യൂ 10 അല്ലേ, ബീൻ്റെ വാല്യൂ 7, പിന്നെ എൻ്റെ വാല്യൂ 10 തന്നെ, സീൻ്റെ വാല്യൂ എത്രയാ? 4. നോക്ക്, ഈ കണ്ടീഷൻ ശരിയല്ലേ? 10 ഗ്രേറ്റർ ദാൻ 7 ശരിയാണ്, 10 ഗ്രേറ്റർ ദാൻ 4 ശരിയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ബീനേക്കാളും സീനേക്കാളും വലുതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ലാർജസ്റ്റ്, ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? എ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് അതേപോലെ വരും. അപ്പോൾ ലാർജസ്റ്റ് ഈസ് എന്ന് അതേപോലെ വരും, ആൻഡ് അതിന് ശേഷം കൊടുത്ത എ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ വരിക. അപ്പോൾ എന്താ വരിക? ഇവിടെ ഔട്ട്പുട്ടായിട്ട് എന്താ വരിക? ഈ ഒരു കേസിൽ ലാർജസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാല്യൂ ഇത്രയാണ് 10 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പക്ക ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂവും ബീൻ്റെ വാല്യൂവും സീൻ്റെ വാല്യൂ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലാർജസ്റ്റ് ഏറ്റവും വലുത് എ തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എടാ ഞാൻ ഈ കണ്ടീഷൻ നോക്കുന്നില്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ നോക്കുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് തെറ്റാന്ന് വിചാരിച്ചോ? അത് തെറ്റാണ്. അപ്പോൾ എ ആൻഡ് ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി തെറ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ ബി തെറ്റാണ്, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി തെറ്റാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എ അല്ല ഏറ്റവും വലുത് എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? അതായത് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഓക്കെ, എ ആണ് ബീനേക്കാളും സീനേക്കാളും വലുത്, ഓക്കെ, ഒരു സംശയമില്ല, എ ആണ് ഏറ്റവും വലുത്. എന്നാൽ അഥവാ ആ കണ്ടീഷൻ തെറ്റാണെങ്കിലോ? ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ബി ആയിരിക്കും വലുത്, അല്ലെങ്കിൽ സി ആയിരിക്കും വലുത്. അപ്പോൾ എനിക്കറിയണം ഇനി ഏതാണ്. അഥവാ ഇത് തെറ്റാണെങ്കിൽ ഈ ഈഫിൻ്റെ എൽസിലാണ് ഞാൻ എഴുതുന്നത്, ബിക്കോസ് അഥവാ ഇത് തെറ്റാണെങ്കിലാണ് എനിക്ക് നോക്കേണ്ടത് ബി ആണോ സി ആണോ വലുത്. അപ്പോൾ ഞാൻ നോക്കുകയാണ് ബി ആണോ സി ആണോ വലുത്. എങ്ങനെ നോക്കുക? എൽസ് ഈഫ് ബി ഗ്രേറ്റർ ദാൻ സി, ബി ഗ്രേറ്റർ ദാൻ സി ആണോ? ബി സീനേക്കാളും വലുതാണോ? അതാണെങ്കിൽ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഞാൻ പറയും ലാർജസ്റ്റ് ഈസ് എന്തായിരിക്കും? ബി ആയിരിക്കും. ലാർജസ്റ്റ് ഏതാന്ന് പറയും? ബി ആന്ന് പറയും. ഇനി അതും ശരിയല്ലെങ്കിലോ? സി ആയിരിക്കൂലേ വലുത്? അതായത് ഈ ഈഫിൻ്റെ എൽസിൽ ഞാൻ കൊടുക്കുകയാണ് മക്കളെ ലാർജസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക? സിയുടെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ആൻഡ് ദിസ് ഇസ് ദ പ്രോഗ്രാം. ലാസ്റ്റ് ഞാൻ എന്ത് കൊടുക്കുകയാണ്? റിട്ടേൺ 0 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് മക്കളെ പ്രോഗ്രാം. എന്തിനുള്ള പ്രോഗ്രാമാണ്? 3 നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ട് അതിൽ വലുത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എ ബീനേക്കാളും സീനേക്കാളും വലുതാണോ നോക്കി, ആണെങ്കിൽ എ ആണ് വലുതെന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ബിയോ സിയോ, അതിലെന്തോ പ്രശ്നമുണ്ട്, ഒന്നുകിൽ ബി ആണ് അല്ലെങ്കിൽ സി ആണ് അല്ലേ? ബിയോ സി ആണോ വലുത് നോക്കി. അപ്പോൾ അതെനിക്കറിയണം ബി ആണോ സി ആണോ. എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി കണ്ടീഷൻ ശരിയാണെങ്കിൽ ബി ഈസ് എ ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി അതുമല്ല, ഇതും തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും ഏതായിരിക്കും വലുത്? സി ആയിരിക്കും വലുത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബി വലുതാവുന്ന ഒരു കേസ് ഞാൻ കാണിച്ചു തരാം. അതായത് ബിയുടെ വാല്യൂ, സപ്പോസ് മക്കളെ ബീൻ്റെ വാല്യൂ 12 വിചാരിക്കും. നിങ്ങൾക്കറിയാലോ ഇതിൽ ഏറ്റവും വലുത് ബി അല്ലേ? ഏറ്റവും വലുത് ബി അല്ലേ? ഇനി നമ്മൾ ബി 12 വെച്ചിട്ട് പ്രോഗ്രാം ഒന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ള നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ബി 12 അപ്പോൾ ഏതാ വലുത്? ബി ആ. നോക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഈ പ്രോഗ്രാം പറയണം എന്ത്? ബി ആണ് ഏറ്റവും വലുത്, രണ്ടാമത്തെ നമ്പർ 12 ആണ് ഏറ്റവും വലുത് എന്ന് പറയണം. പറയുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ അല്ലേ? 3 നമ്പേഴ്സ് എയിലും ബിനും സിയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കണ്ടീഷൻ ശരിയാവുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ശരിയാവുമോ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ 10 ഗ്രേറ്റർ ദാൻ 12 ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി, രണ്ടും ശരിയാവണം, കാരണം ആൻഡ് ആണ് അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 ഗ്രേറ്റർ ദാൻ 4. മക്കളെ ഇത് ശരിയാണ് അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി ശരിയാണ്, ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ഇതെന്തല്ലടാ, ഇത് ശരിയല്ല, ഇത് തെറ്റാ. 10 ഗ്രേറ്റർ ദാൻ 12 എന്ന് പറയാൻ പറ്റുമോ? തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ മൊത്തത്തിലുള്ള കണ്ടീഷൻ ആൻഡ് എന്ന് പറയുമ്പോൾ ഇതും ശരിയാവണ്ടേ? ഇത് മാത്രമല്ലേ ശരിയാവുള്ളൂ, രണ്ടും ശരിയാവണ്ടേ അല്ലേ? ഇത് മാത്രമല്ലേ ശരിയായിട്ടുള്ളൂ, രണ്ടും ശരിയാവണ്ടേ? അപ്പോൾ ആ ഒരു മൊത്തം ഈഫ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? ഇത് തെറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
അതിൻ്റെ അർത്ഥം എന്താ? എ അല്ല ഏറ്റവും വലുത് എന്നല്ലേ? ഈ കണ്ടീഷൻ തെറ്റിയ അതിൻ്റെ അർത്ഥം എ അല്ല ഏറ്റവും വലുത്. അപ്പോൾ ഒന്നുകിൽ ബിയോ സിയോ ആണ്. നമുക്കറിയാം ബി ആണെന്നുള്ളത്. ഇനി ബി ആണോ സി ആണോ എന്ന് അറിയണമെങ്കിൽ പ്രോഗ്രാം എങ്ങനെ നോക്കും? എൽസ് അല്ല, ഈ ഈഫിൻ്റെ കണ്ടീഷൻ തെറ്റിയാൽ എൽസിലേക്ക് വന്നിട്ട് നോക്കുകയാണ്. ഈഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ മക്കളെ? ബി ഗ്രേറ്റർ ദാൻ സി ആണോ? 12 ഗ്രേറ്റർ ദാൻ 4. യെസ്, ശരിയാണ്. ഇത് ശരിയായതുകൊണ്ട് ലാർജസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ബിയുടെ വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കേസിൽ ബി ആണ് വലുത് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ, കമ്പ്യൂട്ടറിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, എവിടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്യുക? എല്ലാവർക്കും അറിയാലോ. യെസ്, നമ്മുടെ സ്വന്തം ജീനി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? C++ൻ്റെ പ്രോഗ്രാമുകളൊക്കെ ടൈപ്പ് ചെയ്യുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, C++ൻ്റെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ ജീനി തന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ടർബോ C++ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ദേവ് C++ സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന അല്ലേ, ഇങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഇതിലേത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? C++ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൽ സാർ എനിക്ക് ജീനി ഒന്നും ഇൻസ്റ്റാൾ ആവുന്നില്ല സാർ, ഞാൻ കുറേ നോക്കി, ജീനി ഒന്നും ഇൻസ്റ്റാൾ ആവുന്നില്ല, എന്താണ് ചെയ്യുക? ജീനി ഇൻസ്റ്റാൾ ആവുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ കോഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതൊന്നും വേണ്ട. നിങ്ങളെ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മക്കളെ ഓൺലൈനായിട്ട് C++ൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വെബ്സൈറ്റ്സ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോ programmease.com ഒന്നാമത്താണ് കേട്ടോ. programmease.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതായത് ഒരു സൈഡിൽ നിങ്ങൾക്ക് C++ പ്രോഗ്രാമിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യാം. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങൾ ഈ വീഡിയോൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ C++ൻ്റെ പ്രോഗ്രാം ടൈപ്പ് ചെയ്താൽ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്താ C++ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ജീനി ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാമൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ ജസ്റ്റ് ഇതാ programmease.com എന്നെങ്ങാനും പറയുന്ന ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് അവിടെ കോഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ ജീനി ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ എന്തായാലും ജീനി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ജീനി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ആൻഡ് അതേപോലെ തന്നെ ഓൺലൈൻ C കമ്പൈലർ എന്ന് പറയുന്ന മക്കളെ ഇതാ ഓൺലൈൻ C കമ്പൈലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേറെയും എന്തുണ്ട് വെബ്സൈറ്റുകളുണ്ട് ഓൺലൈനായിട്ട് C++ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാണ് ഓൺലൈൻ GDB.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഈ ഒരു സൈഡിൽ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് റണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ബട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് C++ തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. C++ അല്ലെങ്കിൽ C++ എന്ത് ചെയ്യുക? ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ വേറൊന്നാണ് വൺ കമ്പൈലർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സൈഡിൽ കോഡ് ടൈപ്പ് ചെയ്ത് റണ്ണൊക്കെ കൊടുത്താൽ ഇവിടെ റൺ ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ എന്ത് ചെയ്യാം? ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി സാർ എൻ്റെ അടുത്ത് ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊന്നും ഇല്ല, എന്ത് ചെയ്യും? കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊന്നും ഇല്ല, എന്ത് ചെയ്യും? വെറുതെ C++ൻ്റെ പ്രോഗ്രാം വെറുതെ പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. മക്കളെ, നിങ്ങളെ ഫോണിൽ ഈ C++ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി മൊബൈലിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 ആപ്പുകളുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളാണ്. ആൻഡ് അതിൽ ഫസ്റ്റ് വണ്ണാണ് കോഡിംഗ് C++. എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? കോഡ് ടൈപ്പ് ചെയ്യാം, റൺ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരും. ആ എറേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ആ രീതിയിൽ. അതേപോലെ തന്നെ മറ്റൊരു ആപ്പാണ് ഡീകോഡർ. ഇത് നല്ലൊരു ആപ്പാണ്. ഡീകോഡറിൽ നമുക്ക് ആക്ച്വലി C++ മാത്രമല്ല ഒരുപാട് എന്താ പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തതാണ് മക്കളെ CXS Android എന്ന് പറയുന്ന CXS Android അല്ല CXS Droid എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. C or C++. ഈ 2-3 ആപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ ഫോണിൽ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? C++ പ്രോഗ്രാം നിങ്ങളെ മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ്, നമുക്ക് ഇനി എന്ത് ചെയ്ത് നോക്കാം? ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ കമ്പൈലേഴ്സിലോ ഒന്നുമല്ല നമ്മൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. യെസ്, ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് എന്തിലാണ്? ജീനി എന്ന് പറയുന്ന IDEയിലാണ്. റെഡി അല്ലേ? യെസ്,
യെസ്, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ? യെസ്, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പോവാണ്? റൺ ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്കറിയാം ജീനിയിലാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യേണ്ടത്. സോ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക? ജീനി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജീനിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ജീനിയിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ജീനി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ. സോ ജീനി ഇങ്ങനെ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ഇനി എല്ലാ ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ജീനീൻ്റെ ഐക്കൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. സോ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യണം അല്ലേ? അപ്പം ഞാൻ ഇത് വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ എന്ത് ചെയ്യണ്ട? ലെങ്തി ആവണ്ട. ഓൾറെഡി നമ്മൾ പ്രോഗ്രാം പറഞ്ഞതാണ്. സോ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യാണ്? കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എവിടെ നിന്നും പേസ്റ്റ് ചെയ്യാൻ കിട്ടൂല. ആൻഡ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിക്കരുത്. ഞാൻ എന്ത് ചെയ്യാണ്? വീഡിയോ ലെങ്തി ആവുന്നതിന് ഞാൻ ആ പ്രോഗ്രാം എന്ത് ചെയ്തതാണ്? ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഈ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് ഓപ്ഷൻ എടുത്താൽ മതി. യെസ്, പ്രോഗ്രാമിന് എന്ത് ചെയ്യണം? പേര് കൊടുക്കണം സേവ് ചെയ്യുമ്പോൾ. സോ ഞാൻ ഫസ്റ്റത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് പ്രോഗ്രാം 1 എന്നാണ് പേര് കൊടുക്കുന്നത്. ആൻഡ് സേവ് ചെയ്യുമ്പോൾ .cpp എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. സേവ് ഇൻ ഫോൾഡർ എന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ജീനിയിൽ സേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല, കറക്റ്റ് വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലാണ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. കണ്ട, സേവ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ പ്രോഗ്രാമിൻ്റെ കോഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പേര് വെച്ചിട്ട് സേവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ കളറുമായിട്ട് നമുക്ക് അങ്ങ് സെറ്റ് ആവും. യെസ്, അപ്പോൾ ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ആദ്യം സേവ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഞാൻ ഈ പ്രോഗ്രാം സേവ് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോഗ്രാമിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യണം. സോ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൽ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ കമ്പൈൽ ക്ലിക്ക് ചെയ്യാണ്. യെസ്, അപ്പോൾ കമ്പൈൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നു, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തില്ല? പ്രശ്നങ്ങളൊന്നുമില്ല, എറേഴ്സ് ഒന്നും ഇല്ല എന്നാണ് അല്ലേ? അതായത് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ എന്തെങ്കിലും സെമിക്കോളൻ എല്ലാം വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? എറർ വരും. തൽക്കാലം ഞാൻ ഇവിടെ എൻ്റർ 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള സെമിക്കോളൻ എന്ന് ഒഴിവാക്കി നോക്കിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം എന്ത് ചെയ്യാണ്? കമ്പൈൽ ചെയ്യാണ്. യെസ്, അങ്ങനെ കമ്പൈൽ ചെയ്ത സമയത്ത് കണ്ടാൽ നമുക്ക് ഇവിടെ ഒരു എറർ മെസ്സേജ് കണ്ടോ? എറർ എക്സ്പെക്റ്റഡ് സെമികോളൻ ബിഫോർ സീൻ. അല്ലെ, സീനിൻ്റെ മുന്നേ സെമികോളൻ ഉണ്ട് എന്ന്. ഏത് സീനാ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ ലൈൻ നമ്പർ ഒക്കെ ഉണ്ടാവും. program.cppയിൽ 7th ലൈനിലാണ് എന്തോ ഒരു പ്രശ്നം. അതായത് 7th ലൈൻ കാണുന്നില്ല, ഇതാണ് ലൈൻ നമ്പേഴ്സ്. ഈ 7th ലൈനിൽ സീന് ബിഫോർ സീനിൻ്റെ മുന്നേ സെമികോളൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ലൈൻ ഇതല്ലേ? ഇവിടെയാണ് അവിടെ എന്തില്ലാത്തത്? സെമികോളൻ ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു സെമികോളൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കമ്പൈൽ കൊടുത്താൽ യെസ്. അപ്പോൾ ഞാനിപ്പോൾ കമ്പൈൽ കൊടുത്ത സമയത്ത് കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് താഴെ നമുക്ക് നീല കളറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ എറേഴ്സ് ഒന്നുമില്ല. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് എറേഴ്സ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ബട്ട് ഞാൻ എന്ത് ചെയ്തു? 2 വേരിയബിൾ മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ജസ്റ്റ് നോക്കാം. കമ്പൈൽ ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, അപ്പോൾ കമ്പൈൽ ചെയ്ത സമയത്ത് കണ്ടോ എറർ വന്ന കണ്ടോ നിങ്ങൾ? എന്താ എറർ? C വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദി സ്കോപ്പ്. C ഡിക്ലെയർ ചെയ്തിട്ടില്ല, Aയും Bയും മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. 3 വേരിയബിൾസ് ആക്ച്വലി യൂസ് ചെയ്യുന്നില്ലേ? ABC, C ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഏത് ലൈനിലാണ് Cക്ക് പ്രശ്നം വരുന്നത്? ഇവിടെ കണ്ടോ 17 എന്ന് പറയുന്ന ലൈനൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. 7, 17 ഇവിടെയൊക്കെ പറയുന്നുണ്ട്. 7 മാത്രമല്ല 17, അങ്ങനെ കുറേ ലൈൻസ്. അതായത് ഇവിടെ C വാസ് നോട്ട് ഡിക്ലെയർഡ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ C ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ C ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ C ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ C ഉപയോഗിക്കുന്നുണ്ട്, കുറേ സ്ഥലങ്ങളിലായിട്ട് C ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ Aയും Bയും മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. എന്ത് ചെയ്തിട്ടില്ല? C ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഞാൻ കോമ ഇട്ടിട്ട് Cയും കൂടെ ഡിക്ലെയർ ചെയ്തിട്ട് കമ്പൈൽ കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? സോ യെസ്, കമ്പൈൽ കൊടുത്ത സമയത്ത് ഇപ്പോൾ ഓക്കെയാണ്. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങളെ പ്രോഗ്രാമിൽ ഇങ്ങനെ ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓരോ എററും വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ കമ്പൈൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താവും? കറക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ചില ആൾക്കാർ ഈ ഔട്ടിൻ്റെ ആ 2 ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ഔട്ടിൻ്റെ ഇടയിൽ ഈ സീനിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്താൽ പണി പാളും കേട്ടോ. അതായത് മൊത്തത്തിൽ നമുക്ക് അവിടെ എറർ വരും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. യെസ്, കണ്ടോ? ഞാനിപ്പോൾ ആ 2 അതിൻ്റെ ഇടയിൽ സ്പേസ് കൊടുത്തപ്പോൾ എന്തോ ഒരു പ്രശ്നം പറയുന്നത്. അതായത് ആദ്യത്തെ എറർ വായിച്ചു നോക്കുക. അതായത് ഇവിടെ പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രൈമറി എക്സ്പ്രഷൻ ബിഫോർ ലെസ് ദാൻ ടോക്കൻ്റെ മുന്നേ
എന്തോ പ്രശ്നം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിൻടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കണം. അതായത് ഈ രണ്ട് സാധനങ്ങളുടെ ഇടയിലൊന്നും സ്പേസ് ഇല്ല. ആ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എറർ അടിക്കും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് അങ്ങനെ പഠിച്ചു വെക്കരുത്. എല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട്. അപ്പോൾ ഒരിക്കലും അത് അങ്ങനെ പഠിച്ചു വെക്കരുത്. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, അത് സെറ്റാക്കി വെക്കണം. ഓക്കെ അല്ലേ? ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പ്രോഗ്രാം എഴുതുന്ന സമയത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇൻഡിൻ്റെയും മെയിൻ്റെ ഇടയിൽ സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ മക്കളെ ഇവിടെ എറേഴ്സ് എത്ര വരും നിങ്ങൾ നോക്കിക്കോ. ഇൻഡിൻ്റെയും മെയിൻ്റെ ഇടയിൽ സ്പേസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കമ്പൈൽ ചെയ്യണേ. യെസ്, അപ്പം കണ്ടോ എന്താണ് ISO C++ ഫോർബിഡ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡ് മെയിൻ വിത്ത് നോ ടൈപ്പ്. യെസ്, അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം മെയിനിന് ടൈപ്പ് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് എറർ വരുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ സിൻടാക്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇൻഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഈ ഒരു കമ്പൈലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാ ചേഞ്ചസും അപ്ഡേറ്റ് ചെയ്തു. ലാസ്റ്റ് ചേഞ്ചസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സേവ് ചെയ്തു. ഒന്നും കൂടെ കമ്പൈൽ ചെയ്യാണ്. യെസ്, ഇപ്പോൾ എററൊന്നുമില്ല, ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സെറ്റ് ആക്കുക, റെഡി ഫോർ എക്സിക്യൂഷൻ ആക്കുന്നതിനാണ് ബിൽഡ് എന്ന് പറയുന്നത്. സോ കമ്പൈലിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബിൽഡ് ഓപ്ഷൻ കാണാൻ പറ്റും. സോ ദിസ് ഇസ് ബിൽഡ്. ബിൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം മെസ്സേജ് തന്നെയാണ് വരിക. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന സെയിം മെസ്സേജ് തന്നെയാണ് കേട്ടോ ബിൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും വരിക. സോ ഞാൻ അവിടെ ബിൽഡ് ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ഒരു മെസ്സേജ് തന്നെ വന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം നമുക്ക് എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുത്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ എക്സിക്യൂട്ട് കൊടുക്കുകയാണ്. എൻ്റെ 3 നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5ഉം 6ഉം 7ഉം 3 നമ്പേഴ്സ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് 3 നമ്പേഴ്സ് അടിച്ചു കൊടുത്തു. യെസ്, അപ്പം നമ്മളോട് പറയാണ് ലാർജസ്റ്റ് ഈസ് 7. 5, 6, 7 ലാർജസ്റ്റ് ഏതാണ്? 7 ആണ്. ഒന്നും കൂടെ ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2-3 നമ്പേഴ്സ് മാറ്റി കൊടുക്കുകയാണ്. 10ഉം 12ഉം അതേപോലെ തന്നെ 9ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഈ 3 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? ലാർജസ്റ്റ് ഈസ് 12 നമുക്ക് വരുന്നുണ്ട്. യെസ്, ഒന്നും കൂടെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട്, എൻ്റർ 3 നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് എൻ്റർ ചെയ്തത്? 7 കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, 8 കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, പിന്നെ എൻ്റർ. ആ രീതിയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. 7 എൻ്റർ അടിക്കുക, ഇനി അടുത്ത നമ്പറിന് 8 എൻ്റർ അടിക്കുക, അടുത്ത നമ്പറിന് 9 എൻ്റർ അടിക്കുക. ഇങ്ങനെയും നമുക്ക് നമ്പേഴ്സ് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോഴും ലാർജസ്റ്റ് ഈസ് 9 എന്ന് വരുന്നുണ്ട്. ഈ പ്രസ് എനി കീ ടു കണ്ടിന്യൂ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് തെറ്റൊന്നുമല്ല. എല്ലാ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിൽ സാധാരണ ജീനിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് C++ൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇനിയും C++ൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ HTML വരുന്നുണ്ട് ആൻഡ് MySQL വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ എഡ്യൂപോർട്ടിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഈ ഒരു ചാനലിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.